കസിട്ടെ ചങ്കി നോക്ക്, ഞാനൊരു സ്മാർട്ട് മിസൈൽ നിർമ്മിച്ചത് കണ്ടോ? ഇത് ടാർഗറ്റിന്റെ ഫോട്ടോ ആദ്യം എടുക്കും, പിന്നെ ആ ടാർഗറ്റിനെ ചേസ് ചെയ്ത് അതിനെ തീർക്കാതെ ഇവൻ വെറുതെ ഇരിക്കില്ല. കളിക്കിട്ടുണ്ട് ഡോക്ടർ ചക്ക. വരൂ, നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം. ഇതെന്താണ്? എനിക്ക് തോന്നുന്നു നമ്മുടെ വലിയേട്ടൻ പുതിയൊരു മിസൈൽ ഉണ്ടാക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവുന്ന. എന്റെ മോട്ടു ഒരു ബട്ടണിലും പിടിച്ചമർത്തരുത്, മിസൈല് ചിലപ്പോ മേലോട്ട് പോവും. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ അടിപൊളി ഫോട്ടോ എടുക്കാണെന്നാ. എന്റെ വലിയേട്ടാ, എന്ത് നല്ല ക്യാമറയാ നിങ്ങൾ ഉണ്ടാക്കിയത്. ഇതിപ്പോ ഞങ്ങളുടെ ഫോട്ടോ എടുത്തേ ഉള്ളൂ. ഇതിന്റെ പ്രിന്റ് ഒന്ന് തരാമോ ഞങ്ങൾക്ക്? എന്റെ അമ്മോ, അത് നിങ്ങളുടെ ഫോട്ടോ എടുത്തോ? മോട്ടു പത്തിനോ വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടോ. ഈ മിസൈലിന് ഒരു ടാർഗറ്റ് കിട്ടിയാ പിന്നെ അതിനെ തീർക്കാതെ ഇത് വെറുതെ ഇരിക്കില്ല. എനിക്കിതിനെ സ്വിച്ച് ഓഫും ചെയ്യാൻ കഴിയില്ല ചങ്കുകളെ. Target identified. Target identified. Distance 3 meters. Engage target. Engage target. മോട്ടു ഓടിക്കോ വേഗം. Start ready to fire. 10, 9, 8, പിടികിട്ടുന്നില്ല. 7, 6, ഇങ്ങനെ എണ്ണുന്നതൊന്ന് നിർത്തന്റെ മിസൈലേ. 3, 2, 1, fire! ഇതെന്താ രണ്ടും കൂടെ ടേബിളിന് താഴെ? ഞാൻ ടേബിളിന് താഴെ ഒന്നും ചായയും സമോസയും കൊടുക്കാറില്ല, ടേബിളിന് മുകളിലേ കൊടുക്കാറുള്ളൂ. മിണ്ടാതിരിക്കു ചേട്ടാ, ഞങ്ങൾ ഇരിക്കുവല്ല, ഒളിച്ചിരിക്കുക. ഒരു മിസൈൽ ഞങ്ങളുടെ പുറകിൽ തന്നെ ഉണ്ട്. അത് ഭയങ്കര അപകടകാരിയാ. കണ്ടില്ലേ? അങ്ങോട്ട് നോക്ക്. ടാർഗറ്റ് പിറകിലാണ്. ടാർഗറ്റ് പിറകിലാണ്. ടേൺ ബാക്ക്. ടേൺ ബാക്ക്. ഓ, നിങ്ങളെ രണ്ടുപേരെയും കൊണ്ട് ഞാൻ തോറ്റു. നിങ്ങൾ എന്റെ ജീവിതം പാഴാക്കി. ഇനി ഞാനിവിടെ നിന്നാ ശരിയാവില്ല. ഞാനിതാ പോകുന്നു. Wrong target. Wrong target. Target left behind. Target left behind. Target very close but not seen. Target അടുത്ത് തന്നെ ഉണ്ട്, പക്ഷെ കാണാൻ സാധിക്കുന്നില്ല. Target located. Target located. Engage target. എന്റെ ജോൺ കുട്ട, ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. എന്നിട്ട് ഞങ്ങളെ ഒന്ന് ഒളിപ്പിക്കൂ പ്ലീസ്. ഒരു മിസൈൽ ഞങ്ങളുടെ പുറകെ വരുന്നുണ്ട്, ഞങ്ങളെ രക്ഷിക്ക. ജോണായിരിക്കും ഡോൺ. ഈ ജോൺ തന്നെയായിരിക്കും ഡോൺ. ഇത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമോ? ഒന്ന് പറഞ്ഞതാണേ. യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാണ്. മോട്ടു പത്രു എന്റെ മുന്നിൽ നിന്ന് വിറങ്ങുന്നു, കരയുകയും ചെയ്യുന്നു. ഈ ദിവസം ഞാൻ ജീവിതകാലം മുഴുവനും ഓർത്തിരിക്കും. നിന്റെ ഓർമ്മയിലിരിക്കട്ടെ, ഞങ്ങള് പോകുന്നു. വാ, വേഗം വാ. Target nearby. Target nearby. ഏത് ടാർഗറ്റ്? എവിടുത്തെ ടാർഗറ്റ്? എന്നെ ഒന്ന് എടുക്കണേ, രക്ഷിക്കണേ സിംഗം സാറേ. പോലീസ്, പോലീസ്, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. Leave me. Leave me. വിടില്ല ഞാൻ, വിടില്ല ഞാൻ. നീ എന്താ തമാശ കളിക്കുന്നു? ആകാശത്തെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ലീവ് ചെയ്യുന്നു. അതിനിവിടെ ഓട്ടോയും ടാക്സിയും ഒന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെയാണ് താഴെ ഇറങ്ങും? നിർത്ത്, നിർത്ത്, നിർത്ത്.
Target not matching. Find target. Destroy target. ടാർഗറ്റ് വാച്ചിങ് ആയാലും ഇല്ലെങ്കിലും എന്നെ താഴേക്ക് നീ തന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്റെ ടാർഗറ്റ് നീ ആയിരിക്കും. Target missing. Find target. Find target. ചിങ്കം സാറേ, ഹലോ മോട്ടു പത്ലു, ഇഡ്ലിയും വടയും കഴിച്ചോളൂ. എന്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തയച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. താങ്ക് യു അമ്മ, താങ്ക് യു വെരി മച്ച്. നല്ല സ്വാദുണ്ട്. ചിങ്കം സാറേ, ഇഡ്ലി ദോശയൊക്കെ കുറച്ചു നേരത്തേക്ക് ഒന്ന് മറക്കൂ, എന്നിട്ട് ഞങ്ങളെ രക്ഷിക്കൂ. അത് ഞങ്ങളുടെ പുറകിൽ തന്നെയുണ്ട്. ഞങ്ങളെ വേഗം എവിടെങ്കിലും ഒളിപ്പിക്കേ. Why fear when Chingam is here? പറയൂ, എന്താണ് അവന്റെ പേര്? ഞാൻ ഇപ്പൊ തന്നെ അവനെ കണ്ടോളാം. ആരാണവൻ? എവിടെയാണവൻ? എന്റെ മുന്നിൽ വന്ന് നിൽക്കട്ടെ. എന്റെ അമ്മോ, ഇതൊരു മിസൈലാണല്ലോ. ഇത് വളരെ വലിയ മിസൈലാണല്ലോ. സോറി. ഉണ്ട തിരിച്ചു വന്നല്ലോ. The name is Chingam. Inspector Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. Impossible. ഈ മിസൈലിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടുന്നത് വളരെ ഇമ്പോസിബിൾ ആണ്. വേഗം വിട്ടു. വേഗം വിട്ടോ. ഡോക്ടർ ജഡ്ക, ഞാൻ പത്തിലോ ആണ്. എന്റെ രോഗികളാണ് സത്യം. മുകളിലുള്ളവന് വല്ല ടെലിഫോൺ സർവീസും ഉണ്ടോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത് തമാശ പറയേണ്ട സമയമല്ല. ഞങ്ങൾ മുകളിലല്ല, ഭൂമിയിൽ കൂടെയാ ഓടിക്കൊണ്ടിരിക്കുന്നത്. വേഗം ഈ സാധനത്തിനെ ഒന്ന് നിർത്ത്. ഞാനൊരു വഴി നോക്കുന്നുണ്ട് ചങ്കേ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് എന്റെ ലാബിലേക്ക് വാ, അപ്പൊ ഞാൻ പറഞ്ഞു തരാം. Target identified. Target identified. Distance 10 meters. എന്റെ അമ്മോ, നിങ്ങൾ രണ്ടാളും എന്തായി ചെയ്യുന്നത്? എനിക്കൊന്നും കാണുന്നില്ല. ഒന്ന് മാറ്. മോട്ടു, നമ്മളതിന്റെ പുറകിലാണെങ്കിൽ അതിന് കാണാൻ കഴിയില്ല. വേഗം എന്തെങ്കിലും ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്തിലോ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. ചിങ്കം സാറേ, മുകളിലേക്ക് വെടിവെക്കേ. ഫയർ. പൊളിച്ചേ. ചിങ്കം സാറേ, ആദ്യമായിട്ടാ നിങ്ങളുടെ തേങ്ങ ഒരു നല്ല കാര്യം ചെയ്യുന്നത്. ഡോക്ടർ ജഡ്ക, നിങ്ങളുടെ മിസൈൽ ഇപ്പോഴും ഞങ്ങളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ഞാൻ അതിനെ ഒന്ന് നിർത്താൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയതാ, പക്ഷെ അത് നിന്നില്ല. ഇനി ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ രണ്ടും അനങ്ങാതെ ഇവിടെ ഇങ്ങനെ നിൽക്കണം. ഞാൻ നിങ്ങളുടെ മൾട്ടിപ്പിൾ ഇമേജസ് ഉണ്ടാക്കി തരാം. അപ്പൊ മിസൈലിന് കൺഫ്യൂഷൻ ആകും അതിന്റെ ശരിക്കുള്ള ടാർഗറ്റ് ആരാണെന്ന്. അങ്ങനെ അതിനകത്തുള്ള മിഷൻ ഈ കൺഫ്യൂഷൻ കാരണം കേടായി പോകും. ഓർത്ത് വെച്ചോ, ഒട്ടും അനങ്ങരുത്, അല്ലെങ്കിൽ അതിന് മനസ്സിലാവും നിങ്ങളാണ് ടാർഗറ്റ് എന്ന്. Target identified. Distance 3 meters. 2 meters. 1 meter. Target engaged. വേണ്ട വേണ്ട. ഹുർ, ഹുർ. അവിടെ അനങ്ങാതിരിക്കും മോട്ടോ, അല്ലെങ്കിൽ മിസൈൽ നമ്മളെ കണ്ടുപിടിക്കും. False target. False. False. This is also false. All are all false targets. All are false. Oh, false. False. False target. False. False. Target identified. Distance 1 meter. Engage target. അതെ, ഇപ്പൊ തന്നെ ഒരുപാടായി നിന്റെ ടാർഗറ്റ് എൻഗേജിങ്. ഞാൻ അത് ഇപ്പൊ തന്നെ ശരിയാക്കി തരാം.
സമൂസ കഴിക്ക, എന്നിട്ട് പണി തുടങ്ങ്. പൊളിച്ചേ. Target in front. Engage. ഓ ഇപ്പൊ തന്നെ ഒരുപാട് എൻഗേജ് എൻഗേജ് എൻഗേജ്. ഇപ്പൊ കാണിച്ചു തരാം. നീ മേളിൽ ചെന്നിട്ട് എൻഗേജ് ചെയ്താൽ മതി. എന്നാ പിടിച്ചോ. ഇപ്പൊ ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ലോകത്തിലെ 7 അത്ഭുതങ്ങളാണ്. ഓ ഈ പ്രോഗ്രാം ഞങ്ങൾ വീട്ടിൽ വെച്ചേ കണ്ടിരുന്നതാ. ലോകത്തിലെ 7 അത്ഭുതങ്ങൾ. അല്ല പത്ലു, ലോകത്തിലെ 7 അത്ഭുതങ്ങളേ ഉള്ളൂ. അത് 8 എട്ടാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് നിന്റെ വിശപ്പാ. എന്തുമാത്രം സമോസ തിന്നാലും നിന്റെ വിശപ്പങ്ങോട്ട് മാറുന്നില്ലല്ലോടാ മോട്ടു. എട്ടാമത്തെ ലോകാത്ഭുതത്തിന് എനിക്കൊരു ഐഡിയ വരുന്നുണ്ട്. ഈ ഫുർഫുറി നഗറിൽ നമുക്ക് അതുപോലൊരു അത്ഭുതം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫുർഫുറി നഗറിന്റെ പേര് ലോകം മുഴുവനും പ്രശസ്തിയാക്കണം. പക്ഷെ നമ്മൾ എന്തുവാ ഉണ്ടാക്കേണ്ടത് ചങ്കേ? ഈയിടായിട്ട് ഈ ലൈറ്റ് എന്താ ഇങ്ങനെ കൂടെ കൂടെ പോകുന്നേ? ഇനി ഈ മെഴുകുതിരി തന്നെ ശരണം. ഐഡിയ, നമുക്ക് വലിയൊരു മെഴുകുതിരി ഉണ്ടാക്കിയിട്ട് അത് കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഫുർഫുറി നഗറിൽ ഒരിക്കലും ഇരുട്ടുണ്ടാവില്ല. ഇത് വളരെ നല്ലൊരു ഐഡിയ ആണ്. ഒരു ടവർ പോലെയുള്ള മെഴുകുതിരി ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് അതിനെ 8ാമത്തെ അത്ഭുതമാക്കി മാറ്റുകയും ചെയ്യാം. ശരി, നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി ഫുർഫുറ നഗരത്തിന്റെ പേര് ലോകം മുഴുവനും പ്രസിദ്ധമാക്കാം. ഈ അച്ഛനകത്താണ് നമ്മൾ മെഴുക് ഉരുക്കി ഒഴിക്കേണ്ടത്. പിന്നെ അത് കട്ടിയായി മെഴുകുതിരിയായി മാറിക്കോളും. പിന്നെ അതിനെ നമുക്ക് നിവർത്തി നിർത്താം. ഹലോ എവരിബഡി. ഗുഡ് മോർണിംഗ് സാർ. അപ്പൊ നിങ്ങൾ 8ാമത്തെ അത്ഭുതം ഇപ്പൊ ഉണ്ടാക്കാണല്ലേ? പക്ഷെ അതിന് നിങ്ങൾക്ക് പെർമിഷൻ കിട്ടണമല്ലോ. ഒരു ഓഫീസിൽ വന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നത് ചെക്ക് ചെയ്യണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കണം. ഇത് 8ാമത്തെ അത്ഭുതം അല്ലയോ ആണോ എന്ന്. സാറേ സാറേ, തീ അണച്ചിരിക്കുന്നു. താങ്ക് യു മോട്ടു, താനാണ് എന്നെ രക്ഷിച്ചത്. അല്ലെങ്കിൽ എന്റെ ഷൂനോടൊപ്പം എന്റെ കാലും കത്തിപ്പോയിട്ടുണ്ടാവും. താങ്ക് യു മോട്ടു, യു ആർ റിയലി ഗ്രേറ്റ്. എനിക്കെന്തോ തോന്നുന്നു ഇവിടെ വേറെ എന്തോ കത്തുന്ന മണം വരുന്നുണ്ടല്ലോ. എന്റെ അമ്മ. സാറേ, എന്തായാലും നിങ്ങൾ പോവല്ലേ? അപ്പൊ എന്തായാലും വരുമ്പോ 8ാമത്തെ അത്ഭുതം ചെക്ക് ചെയ്യുന്ന ആളെ ഒന്ന് കൊണ്ടുവരണേ. ഇദ്ദേഹമാണ് മിസ്റ്റർ ഫോക്സ്. ഇദ്ദേഹം നോക്കി തീരുമാനിക്കും നിങ്ങൾ ഉണ്ടാക്കിയ മെഴുകുതിരി 8ാമത്തെ അത്ഭുതം ആണോ അല്ലയോ എന്ന്. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ഇദ്ദേഹത്തിന് ഒരു കണ്ണുണ്ടായിരിക്കും. ഹലോ സർ. ഹലോ പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യരുത്. ജോലി തുടങ്ങാനുള്ള പണി നോക്ക്. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. കണ്ടില്ലേ വലിയേട്ടാ, അങ്ങനെ മെഴുകുതിരിയുടെ ജോലി തീർന്നു. ഇനി ഇതിനെ ഒന്ന് നേരെ നിർത്തണം. പക്ഷെ അതിനു മുമ്പ് ഞാൻ വല്ലത് കഴിച്ചിട്ട് വരട്ടെ. എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. ഈ മെഴുകുതിരിയിൽ തിരിയിടാൻ മറന്നുപോയി. ഇനിയിപ്പോ എങ്ങനെ കത്തിക്കും? ഞാൻ ഇതിനെ സർട്ടിഫൈ ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണെന്ന്. ഡോക്ടർ ജഡ്ക, ഈ ഓഫീസർ ഫോക്സ് ഉണ്ടല്ലോ നമ്മളെ കളിയാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഓയ് പത്ലു, എന്റെ ചങ്കെ, നീ ഈ മിഷനും കൊണ്ട് മെഴുകുതിരിക്ക് അകത്തേക്ക് പോകണം. എന്നിട്ട് അത് ഡ്രിൽ ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ കൂടി പുറത്തേക്ക് വരണം. അങ്ങനെ തിരി അകത്തായിക്കോളും ചങ്കെ. ഓഹോ, ഈ മെഴുകുതിരി ആരാണ് ഉണ്ടാക്കിയത്? ഇത് ശരിക്കും ഒരു മനുഷ്യനെ പോലെ ഉണ്ടല്ലോ.
ഓഹോ, മൊബൈൽ മെഴുകുതിരിയാണോ? അപ്പൊ ഇത് ചലിക്കുമല്ലേ? ഡോക്ടർ ജഡ്ക, നിങ്ങൾ ഉണ്ടാക്കിയതാണ് ഇതല്ലേ? 8ാമത്തെ അത്ഭുതമാണല്ലേ? You people are so funny. ഓ സോറി, എനിക്കറിയില്ലായിരുന്നു അകത്ത് നീ ആയിരുന്നു എന്ന്. ഇനി സമയം കളയണ്ട, മെഴുതിരെ വേഗം നിർത്താം. വരൂ. Help! Help! Take me out! You all are useless. ഒരു കാര്യത്തിനും കൊള്ളത്തില്ല. ഇനി മെഴുകുതിരി നേരെ നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇതിന് 8ാമത്തെ അത്ഭുതം എന്നുള്ള സർട്ടിഫിക്കറ്റ് തരില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു വളരെ സീരിയസ് ആയുള്ള ഓഫീസർ ആണെന്ന്. മനസ്സിലായോ? ഐഡിയ. മോട്ടോ കഴിച്ചോ, പണി തുടങ്ങിക്കോ. അവന് കാണിച്ചു കൊടുക്ക നമ്മുടെ ഫുർഫുറി നഗറിലുള്ളവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന്. ഇനി ഈ മെഴുകുതിരിയെ കത്തിക്കുന്നതും വരെ ഇത് 8ാമത്തെ അത്ഭുതമായിരിക്കില്ല. ഞാൻ ഇതിന് സർട്ടിഫിക്കറ്റ് തരില്ല. ഇനി പറ, എങ്ങനെയാണ് കത്തിക്കാൻ പോകുന്നത്? നമ്മളിത് കത്തിക്കും എന്ന് മാത്രമല്ല, സ്റ്റൈലായിട്ട് കത്തിക്കും. മേയർ സാറ് വളരെ നന്നായിട്ട് അമ്പെയ്യും. അദ്ദേഹം അമ്പിൽ തീ കത്തിച്ചിട്ട് എയ്യും, എന്നിട്ട് മെഴുകുതിരി കത്തിക്കും. അമ്പ് വിടാൻ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. മമ്മി, രക്ഷകനെ. You are the funniest people of the world. പത്തലു, അവിടെ തന്നെ നിക്ക്. ഞാനിപ്പോ അമ്പ് വിടാം. ഇതിനെ പിടിച്ച് നീ അങ്ങ് കത്തിച്ചാ മതി പത്തലു. ഇല്ല, എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല. നിർത്തു. ഇനി ഞാൻ പോവുകയാണ്. എനിക്ക് വയ്യ ഈ കോമഡി കാണാൻ. ഇനി എനിക്ക് ചിരിക്കാൻ വയ്യ. ഇപ്പൊ പറഞ്ഞോളൂ മിസ്റ്റർ ഫോക്സ്, ഇത് 8ാമത്തെ അത്ഭുതം ആണോ അതോ അല്ലയോ എന്ന്. കുറച്ചു നേരത്തേക്ക് ആയിരുന്നു, പക്ഷെ ഇപ്പൊ അത് അത്ഭുതം അല്ല. അതെ, ശരിക്കുള്ള 8ാമത്തെ അത്ഭുതം ഇത് തന്നെയാണ്. ഓടുന്ന മെഴുകുതിരി. ഇതും നമ്മൾ തന്നെയാണല്ലോ ഉണ്ടാക്കിയത്. എനിക്ക് തോന്നുന്നു ഇനി അയാള് മെഴുകുതിരി ഓഫീസറായിട്ട് അറിയപ്പെടുമെന്ന്.